ഓണരുചികളിലെ എൻ്റെ 9ാമത്തെ ഐറ്റം മത്തങ്ങ എരിശ്ശേരി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഷടപടയെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവേതൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് വൻപയർ ഒരു 10 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതും നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവരിക. അപ്പം നമ്മൾ മത്തങ്ങയൊക്കെ വാഷ് ചെയ്ത് അരിഞ്ഞ് എടുത്തു. അതിലേക്ക് പയറും ആഡ് ചെയ്തു. രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ കുക്കറിലേക്ക് അത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മത്തങ്ങ പെട്ടെന്ന് വേകുന്ന സാധനമാണ്. അപ്പോൾ ഇത് മത്തങ്ങ ഒരു വെന്തുടഞ്ഞ രീതിയിലാണ് നമ്മൾ എരിശ്ശേരി വെക്കുമ്പോൾ ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒന്നിച്ചങ്ങിട്ട് വേവിക്കുന്നത്. വെന്തുടഞ്ഞാലും സാരമില്ല, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ 2 വിസിൽ കേൾക്കുന്നവരെ നമ്മളത് വേവിക്കണം. നമ്മൾ അതിനുള്ള അരപ്പ് തയ്യാറാക്കി ഒരു കപ്പ് തേങ്ങ, ഒരു അരമുറി തേങ്ങ ഉണ്ടാവും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി, ചെറിയ ജീരകം കൂടി ഇട്ട് അരച്ചതാണ്. ആ അരപ്പും കൂടെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ മത്തങ്ങയും പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പിട്ട് കൊടുത്തു. ഇനി തേങ്ങ അരപ്പിട്ട് കൊടുത്തിട്ട് ആ ജാറും കൂടെ കഴുകി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് തിളപ്പിക്കണം. അപ്പം നമ്മൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. പച്ചമണം മാറുന്നവരെ ഒന്ന് തിളപ്പിക്കുക. ഇനി അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ശർക്കര പാനി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ശർക്കര പാനി മധുരത്തിന് ചേർക്കുന്നതാണ്. അപ്പോൾ ലേശം മധുരവും എരിവും ഒക്കെയുള്ള ഒരു കറിയാണിത്. അപ്പോൾ ശർക്കര കട്ടയായിട്ടും നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ശർക്കര പാനിയാക്കി വെച്ചിരിക്കും. മിക്കവാറും കറികൾക്കൊക്കെ ഉണ്ട് ഈ ശർക്കര പാനി ചേർക്കില്ല. അപ്പോൾ ശർക്കര പാനി നേരത്തെ അങ്ങ് റെഡിയാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും ചേർത്തു. ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഒന്നും കൂടെ ഒന്ന് കുറുകി നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് കടുക് താളിക്കൽ. 2-3 വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിലിട്ട് കടുക് താളിച്ച് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. മത്തങ്ങ എരിശ്ശേരി റെഡി. അപ്പോൾ ഈ ഓണസദ്യയിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ഓണ വിഭവമായിട്ട് നാളെ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.